ചോദ്യം ഞാൻ ഇന്ന് ഈ കൗതുകത്തോടുകൂടി കാണുമായിരുന്നു. 30 മിനിറ്റ് നീണ്ടു നിന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ 2 മിനിറ്റ് ആയപ്പോൾ തന്നെ, അതായത് 2.5 മിനിറ്റ് ആയപ്പോൾ തന്നെ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകനെതിരെ തീവ്രവാദി എന്നുള്ള പരാമർശം നടത്തി. ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ ഇടച്ചാലിന്റെ മാധ്യമപ്രവർത്തകൻ പോലും ഈ മൈക്കും എടുത്തുകൊണ്ട് പോയിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് വർഗീയ പരാമർശമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇദ്ദേഹത്തെ ബഹിഷ്കരിക്കുന്നതുമായിട്ട് എണീറ്റ് പോയിട്ടില്ല. ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ ഇരുന്ന് പ്രതിഷേധിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ വാർത്താ സമ്മേളനം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുന്നതിനെ കൊണ്ട് പറയിപ്പിക്കാവുന്നത് മുഴുവൻ പറയിപ്പിച്ച് ഇതിന്റെ TRP ക്വസ്റ്റ്യൻ മുഴുവൻ ഉപയോഗിച്ചതിന് ശേഷം ഈ ധാർമ്മിക ദോഷം കാണിക്കുന്ന കാര്യത്തിൽ എന്ത് സത്യസന്ധതയാണുള്ളത് എന്നുള്ളത് കൂടി ഈ ചർച്ചയിൽ ഒന്ന് ഉന്നയിക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയത്തോടു കൂടി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ അത് ഈ മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണെന്ന് പറയുന്നു, ഈ മാധ്യമപ്രവർത്തകൻ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് പറയുന്നു. ഈ വർഗീയവാദിയാണ് എന്ന് പറയുന്നതും ഇതേപോലത്തെ ഒരു പ്രശ്നമുള്ള കാര്യമാണ്. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? എല്ലാവരും പറയുന്നത് താങ്കൾ ഒരു വർഗീയവാദിയാണല്ലോ എന്നാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? ഈ ചോദിച്ച മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണെന്നുള്ളതാണ്. ഇവിടെ രണ്ടുപേരും നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ശരിയാണോ എന്നുള്ളതല്ലേ ശരിയായിട്ടുള്ള ചോദ്യം. അതല്ലാതെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് പ്രശ്നമാവുകയും വർഗീയവാദി എന്ന് വിളിക്കുന്നത് പ്രശ്നമല്ലാതെ ആവുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് റെട്ടോറിക്കിന്റെ മേലെ ആവുമ്പോൾ കേവലത്തിൽ ഒരു വിഭാഗത്തെ അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമായി മാറുമ്പോൾ വാക്കുകൾക്ക് അതിന് യഥാർത്ഥത്തിലുള്ള സാമ്പ്രദായിക അർത്ഥം നഷ്ടപ്പെടും എന്നുള്ളതാണ്. വ്യക്തമായില്ലേ? ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നത്, വർഗീയവാദി എന്ന് വിളിക്കുന്നത്, തീവ്രവാദി എന്ന് വിളിക്കുന്നതൊക്കെ ആ രീതിയിലായി മാറിയിട്ടുണ്ട്. ഇപ്പൊ BJP പ്രവർത്തകർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള ആളുകളെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എനിക്ക് വിവരമുണ്ട്, ഇന്റലിജൻസിന്റെ വിവരമുണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അത്തരത്തിലുള്ള പരാമർശം നടത്തിയെന്ന് വിശദീകരിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി തന്നെയാണ് ബാറ്റ് ചെയ്യുന്നത്. എന്തിനുള്ള പുറപ്പാടാണ്ടോ? റെജി ലൂക്കോസ് ഇടതുപക്ഷത്തിന്റെ വക്താവായിട്ടാണ് സംസാരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്ന് CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ഈ കാര്യത്തിൽ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദി അല്ല, അദ്ദേഹം സമൂഹത്തിൽ മതേതരത്വത്തിന് വേണ്ടി വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്കുള്ള ആ ഒരു വോട്ടെടുപ്പിന്റെ രീതി വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ സർവാധിപത്യമാണ് ആ മലബാർ മേഖലയിൽ ഉണ്ടാവുന്നത്. അവിടെയുള്ള ജില്ലാ ഡിവിഷനിലെ 32 ഡിവിഷനിൽ ഒരു സീറ്റ് പോലും CPM കിട്ടുന്നില്ല. എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. സ്വാഭാവികം. തങ്ങൾക്ക് ആ വോട്ട് ഇനി കിട്ടില്ല എന്നുള്ളൊരു ബോധ്യം ഇടതുപക്ഷത്തിന് വന്നിട്ടുണ്ട്. അവിടെ എന്താണ് അവർ ശ്രമിക്കുന്നത്? അവർ ശ്രമിക്കുന്നത് UDF എന്ന് പറയുന്നത് മുസ്ലിം സംഘടനകളുടെ ഒരു സംഘാതമാണ്. UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ഭരണമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും അതേപോലെ തന്നെ SDPI കൂടി നിയന്ത്രിക്കുന്ന ഒരു മുസ്ലിം ന്യൂനപക്ഷ ഭരണം കേരളത്തിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ബദലായിട്ട് ഒരു ഹൈന്ദവ ധ്രുവീകരണം അല്ലെങ്കിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ധ്രുവീകരണം, ഒരു ഭൂരിപക്ഷ ധ്രുവീകരണം ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ ആനുകൂല്യത്തിൽ വീണ്ടും ഭരണത്തിലേറാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ പരീക്ഷണം. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? വർഗീയവാദി എന്നാണല്ലോ ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത് എന്ന് അതൊരു ചോദ്യമാണ്. അതിനൊരു മറുപടി ഉണ്ടാകണം. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കൃത്യമായ ഒരാളെ തീവ്രവാദി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഒരു ചോദ്യത്തിനൊരു അതെ. അപ്പോൾ ഒരു ചോദ്യത്തെയും ഒരു സ്റ്റേറ്റ്മെന്റിനെയും നമുക്ക് ഒരു തട്ടിൽ വെച്ച് തൂക്കാൻ കഴിയില്ല എന്ന് അങ്ങേക്ക് അറിയാം ശ്രീ ശങ്കുട്ടിദാസ്. രണ്ടാമത്തെ കാര്യം നോക്കൂ, എപ്പോഴാണ് ഈ LDF വേണ്ടി അല്ലെങ്കിൽ CPM വേണ്ടി ബാറ്റ് ചെയ്യാനുള്ള ബാറ്റ് നിങ്ങൾ കൈമാറിയത്? പോയ 2 തെരഞ്ഞെടുപ്പ് കാലം മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്റർ പറന്ന് നടന്ന് പ്രചാരണം നടത്തിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ ബാറ്റ് കൈമാറ്റം എപ്പോഴായിരുന്നു? അതോ രണ്ടുപേരും കൂടി കോമൺ ആയി ഉപയോഗിക്കുകയാണോ? SNDP എന്ന് പറയുന്നത് സാമുദായിക പ്രവർത്തനം നടത്തുന്ന സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിന് രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാൻ താല്പര്യമില്ലെന്നുള്ള പക്ഷമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും അദ്ദേഹത്തിന് താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് പോയിട്ടുണ്ടോ എന്നറിയില്ല. അദ്ദേഹം മുൻപ് സ്ഥാനാർത്ഥികൾക്കും തനിക്ക് വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് പോയി നിൽക്കും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചോദ്യം ഞാൻ കേട്ടല്ലോ, എന്റെ ഉത്തരം നിങ്ങൾ മുഴുവൻ കേൾക്കൂ. ശ്രീ മാധു, നിങ്ങളുടെ ചോദ്യത്തിലുള്ള ആദ്യത്തെ തെറ്റ് ഈ മാധ്യമപ്രവർത്തകന്റേത് കേവലം ചോദ്യം മാത്രമായിരുന്നു, വെള്ളാപ്പള്ളി നടേശന്റേത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളതാണ്. ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എങ്ങനെയാണ് നിങ്ങളെ എല്ലാവരും വർഗീയവാദി എന്നാണല്ലോ വിളിക്കുന്നത് എന്ന് പറയുന്നത് ചോദ്യമാവുന്നത്? അത് തനിക്ക് പറയാനുള്ള കാര്യം വളരെ കൃത്യമായി പറഞ്ഞതിന് ശേഷം അതിന്റെ അവസാനത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. കേരളത്തിലെ 100% മനുഷ്യർ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി എന്ന് വിളിക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അല്ലെന്നുള്ള സമീപനമുള്ള എത്രയോ ആളുകൾ കേരളത്തിലില്ലേ? തന്റെ പക്ഷത്ത് അല്ലെങ്കിൽ തന്റെ വിഭാഗത്തിന്റെ ഒരു ചോദ്യം, താൻ പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ സംഘടന ആധിമുഖ്യമുള്ള പ്രസ്ഥാനത്തിന്റെ ഒരു ചോദ്യം വിഭാഗത്തിന്റെ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം UDF അനുകൂല
UDF അനുകൂല സമീപനമുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിഭാഗം എന്ന് പറഞ്ഞത്. നിങ്ങൾ അതിലേക്ക് മതപരമായിട്ട് ആംഗിൾ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ദയവായി ബോധപൂർവ്വം അത്തരത്തിലുള്ള ദുരുദ്ദേശപരമായിട്ടുള്ള ഇല്ല ബോധപൂർവ്വം അബോധപൂർവ്വം അല്ലെങ്കിൽ അബോധത്തിൽ പോലും അങ്ങനെയുള്ള വാക്കുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. ഒരു കാരണവശാലും ഞാനത് ഉദ്ദേശിച്ചില്ല. ശ്രീമതി മാധു അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തരാൻ എനിക്ക് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളൊരു മിനിറ്റ് ഒന്നും മിണ്ടാതിരിക്കും, ഞാനൊന്ന് പറയട്ടെ. ഒരു മര്യാദ വേണ്ടേ? അതായത് ഞാൻ നിങ്ങളോടൊരു ചോദ്യമായിട്ട് നിങ്ങളോടല്ല കേട്ടോ, നീ അത് വ്യക്തിപരമായിട്ട് എടുക്കരുത്. ഞാനൊരു ഉദാഹരണം പറയാണ്. നിങ്ങളൊരു നാണമില്ലാത്തവനാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത് ചോദിച്ചാൽ അത് ചോദ്യമാണോ? വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങളൊരു നാണമില്ലാത്തവനാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് ശ്രീ ശങ്കുട്ടിദാസ് അങ്ങ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. അങ്ങ് അറിയാതെ പോലും പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ്. നിന്റെ എല്ലാത്തിലും കയറി തലയിടുന്ന വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. അവിടെ ഈ പറയുന്ന ചോദ്യം വെള്ളാപ്പള്ളി നടേശന് നേരെ ഉന്നയിക്കപ്പെട്ടുള്ള ചോദ്യം അങ്ങൊരു വർഗീയവാദിയാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത് എന്നുള്ളതാണ്. അതാണ് ചോദ്യം, മനസ്സിലായില്ലേ? ആ ചോദ്യം എന്ന് പറയുന്നത് കൃത്യമായ ദുരുദ്ദേശത്തോടു കൂടി അദ്ദേഹത്തെ ആക്ഷേപിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടി അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യണമെന്നുള്ള താല്പര്യത്തോട് ചോദ്യമാണ്. ആ ചോദ്യത്തിൽ അദ്ദേഹം പ്രകോപിതനാവുന്നുണ്ട്. പ്രകോപിതനായതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ പറയുന്ന മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗിന് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഒരു സാമുദായിക സന്തുലനം പാലിച്ചിട്ടില്ല. തങ്ങൾക്ക് ഒരു അൺഎയ്ഡഡ് കോളേജ് മാത്രമേ തന്നിട്ടുള്ളൂ. പകരം മുസ്ലിം ലീഗിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് 48 കോളേജുകൾ കൊടുത്തു. അപ്പോൾ തന്റെ സമുദായത്തിന് അർഹമായിട്ടുള്ള ആനുകൂല്യമോ അവകാശമോ കിട്ടിയിട്ടില്ല എന്നൊരാൾ രാഷ്ട്രീയമായിട്ട് പരാമർശം നടത്തുമ്പോൾ ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? UDF ഭരണകാലത്തൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സമയത്തും കഴിഞ്ഞ 10 കൊല്ലവും തങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് രാഷ്ട്രീയമല്ലേ? അദ്ദേഹത്തോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഏറ്റവും കൂടുതൽ കിട്ടിയത് ആരുടെ കാലത്താണ്? അദ്ദേഹം പറഞ്ഞു ആദ്യം കിട്ടിയത് R ശങ്കറിന്റെ കാലത്താണ്. അത് പാർട്ടിയുടെയോ മുന്നണിയുടെയോ അല്ല, R ശങ്കർ തന്നതാണ്. പിന്നെ കിട്ടിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അദ്ദേഹം പറയാത്ത കാര്യം പിണറായി വിജയന്റെ കാലത്തൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. വിളിച്ചോണ്ട് വന്നിട്ട് എനിക്കിട്ട് പണിയാതാ പറഞ്ഞു. എന്റെ ഒരു ചോദ്യം ഞാൻ ഇന്ന് ഈ കൗതുകത്തോടുകൂടി കാണുമായിരുന്നു. 30 മിനിറ്റ് നീണ്ടു നിന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ 2 മിനിറ്റ് ആയപ്പോൾ തന്നെ, അതായത് 2.5 മിനിറ്റ് ആയപ്പോൾ തന്നെ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകനെതിരെ തീവ്രവാദി എന്നുള്ള പരാമർശം നടത്തി. ഒരു മാധ്യമപ്രവർത്തകനെ അവിടെ ഇടപെട്ടിട്ടില്ല. പിന്നീട് 12ാമത്തെ മിനിറ്റിൽ അദ്ദേഹം വീണ്ടും ഇതേ പരാമർശം നടത്തുന്നുണ്ട്. പേപ്പർ നോക്കി വായിക്കുന്നുണ്ട്. ആ സമയത്ത് റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആളെ പറ്റി എന്ത് അടിസ്ഥാനത്തിൽ പറയുന്നു? ബാക്കി ആരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നില്ല. ഈ ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ചോദ്യം ചോദിക്കുന്ന ആളെ വെള്ളാപ്പള്ളി നടേശൻ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നു, മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. പിന്നെയും 15 മിനിറ്റ് അദ്ദേഹം നിർലോഭം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നടത്തുന്നു. 25ാമത്തെ മിനിറ്റിലാണ് പിന്നീട് ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടുമ്പോൾ മാധ്യമപ്രവർത്തകർ മൊത്തം പ്രതീക്ഷിച്ചു. ദേശീയ മാധ്യമത്തിന്റെ പെൺകുട്ടി വരെ ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഇരുന്നിട്ട് ഇനി അരമണിക്കൂർ കൂടി സംസാരിച്ചാൽ അരമണിക്കൂറും കേൾക്കാൻ മാധ്യമപ്രവർത്തകർ തയ്യാറായിരുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമപ്രവർത്തകൻ പോലും ഈ മൈക്കും എടുത്തുകൊണ്ട് പോയിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് വർഗീയ പരാമർശമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇദ്ദേഹത്തെ ബഹിഷ്കരിക്കുന്നു എണീറ്റ് പോയിട്ടില്ല. ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ നിന്ന് പ്രതിഷേധിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ വാർത്താ സമ്മേളനം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുന്നില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇത് മുഴുവൻ ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാവുന്നത് മുഴുവൻ പറയിപ്പിച്ച് ഇതിന്റെ TRP കോഷ്യന്റ് മുഴുവൻ ഉപയോഗിച്ചതിന് ശേഷം ഈ ധാർമ്മിക ദോഷം കാണിക്കുന്ന കാര്യത്തിൽ എന്ത് സത്യസന്ധതയാണുള്ളത് എന്നുള്ളത് കൂടി ഈ ചർച്ചയിൽ ഒന്ന് ഉന്നയിക്കണം ഞാൻ ആഗ്രഹിക്കുക. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിൽ ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കി. ശരി, ഓക്കെ, ഞാൻ അതിന് മറുപടി പറഞ്ഞു പോകാൻ ബാധ്യസ്ഥയാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഞാനത് പറയുകയും ചെയ്യുന്നു. വെള്ളാപ്പള്ളി നടേശൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനാണ് അവിടെ മാധ്യമപ്രവർത്തകർ പോയിരിക്കുന്നത്. അദ്ദേഹം ആദ്യം അത് പറഞ്ഞു, ശരിയാണ്. അതിൽ പ്രതികരിക്കാത്തതിൽ എന്താണ് എന്നൊരു ചോദ്യം എനിക്കുമുണ്ട്. ശ്രീ ശങ്കുട്ടിദാസ്, പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അത് തൊഴിലിന്റെ ഭാഗമായി പോയതാണ്. അദ്ദേഹം ഒരൊറ്റ ചോദ്യം ചോദിക്കുമ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് പുറത്തു വരാത്ത രീതിയിൽ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ വാർത്താ സമ്മേളനം ബഹിഷ്കരിച്ചു പോയാൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കേരളം കേൾക്കില്ല. ഈ തരത്തിലല്ല, ഇതിനേക്കാൾ വിദ്വേഷപരമായ പരാമർശങ്ങൾ, ഇതിനേക്കാൾ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ദിനേന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കേട്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ജോലി ചെയ്യുന്നത്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. CPM-ന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞു, ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന പരാമർശം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കേട്ടിട്ടുണ്ട്. കേരളം കേൾക്കട്ടെ എന്നേ നവോത്ഥാന നായകന്മാരുടെ വാഗ്വിലാസം. കേരളം കേട്ടാലേ ഇത്തരം ചർച്ചകൾ ഉണ്ടാവുകയുള്ളൂ. ആത്മരോഷം ഇല്ലായ്മ കൊണ്ടല്ല, ചെയ്യുന്ന തൊഴിൽ തുടർന്നും ചെയ്യേണ്ടതാണ് എന്ന ബോധ്യത്തിൽ നിന്ന് തന്നെയാണ്. ഇത് കേൾപ്പിക്കലാണ് ദൗത്യം, തൊഴിൽ എന്നുള്ളത് കൊണ്ടാണ് ആ വാർത്താ സമ്മേളനം ബഹിഷ്കരിക്കാതിരുന്നത്. ഒരു മിനിറ്റ് എനിക്ക് തരാമോ? അങ്ങ് പറഞ്ഞിട്ടുള്ള വിശദീകരണം, അങ്ങ് ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യത്തെയും റദ്ദാക്കുന്നതും പരസ്പര വിരുദ്ധവുമാണ്. ഒന്ന്, കേരളം ഒരിക്കലും കേൾക്കാൻ പാടാത്തൊരു പരാമർശമാണ് ഇത്, എന്തുകൊണ്ട് ഇതിവിടെ ഉണ്ടായി എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പൊ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ അത് പറയുന്നത് പരമാവധി പറയട്ടെ, അത് കേൾപ്പിക്കലാണ് ഞങ്ങളുടെ ആവശ്യം എന്നുള്ളതാണ്. പോയി ചത്തുടടാ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.